വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്കെത്തി വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്നത് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. 43 വർഷത്തിനിടെ 160 പേരാണ് വയനാട് ജില്ലയിൽ മാത്രം കൊല്ലപ്പെട്ടത്. വനാതിർത്തിയിലുള്ളവരും ജീവഭയത്താൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. വനം കുറയുന്നതും വനത്തിനുള്ളിലെ അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനവുമാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. പ്രധാന കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനത്തിന്റെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ടു. 864.44 ചതുരശ്ര കിലോമീറ്ററുള്ള വയനാടിന്റെ വനമേഖലയിൽ 60-65% ഏകവളത്തോട്ടങ്ങളാണ്. തേക്ക്, യൂക്കാലി, അക്വേഷ്യ തുടങ്ങുന്ന മരങ്ങളാണ്. അതോടൊപ്പം തന്നെ സെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങൾ കയറി വയനാട് നിറഞ്ഞു കഴിഞ്ഞു. വേനൽ കടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 30-32 ഡിഗ്രി ചൂടായി കഴിഞ്ഞു. മരങ്ങളുടെ ഇല പൊഴിഞ്ഞു തുടങ്ങി, തേക്കുകളുടെ ഇല പൊഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇല പൊഴിഞ്ഞ കാടുകളും ഉണങ്ങി വരേണ്ട അടിക്കാടുകളും കൊണ്ട് അതിഭീകരമായി വയനാട് വന്യമൃഗങ്ങളുടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും വന്യമൃഗശല്യം കൂടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാർഷിക വൃത്തി മുഖ്യ തൊഴിലായ ജില്ലയിൽ നല്ലൊരു ഭാഗം പ്രദേശങ്ങളും വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ജീവന ഭീഷണി ഉള്ളതിനു പുറമെ കോടികളുടെ കാർഷിക വിളകളാണ് ഓരോ വർഷവും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത്. കിടങ്ങുകളും ഫെൻസിങ്ങുകളും തകർന്നത് കാരണം കൂടുതൽ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നു. വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന വാക്ക് എല്ലാ തവണയും പാഴ്വാക്കുകൾ ആവുകയാണ്. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.